Hi everyone, this is Ebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏബിലെ കുറേ എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആപ്പിളിൻ്റെ റെഗുലർ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. സോ ദിസ് ഇസ് എബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഐശ്വര്യമായിട്ട് നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.5 ലാസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് iOS 26 സീരീസിലെ ഏറ്റവും ലാർജായിട്ട് വരാൻ പോകുന്ന ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നു പോയത്. ഇനി 26.6ഉം 26.7ഉം എല്ലാം ചെറിയ ചെറിയ ബഗ് ഫിക്സുകളും അതോടൊപ്പം ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. ഒരു ഹ്യൂജ് അപ്ഡേറ്റ് ഇനി ആപ്പിൾ അതിൽ പ്രൊവൈഡ് ചെയ്യില്ല. ആപ്പിൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നതും iOS 27 iOS 27 കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ വരുന്ന ജൂൺ 8 നമുക്ക് WW26 കാണാം. ഈ WW26 iOS 27, iPadOS, macOS, visionOS, tvOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസും കാണാൻ പറ്റും. iOS 27 നമുക്ക് കിട്ടിയ കുറച്ചധികം ലീക്സ് തൊട്ടും തലോടി അതോടൊപ്പം വായിൽ ഉപ്പിട്ടും നിങ്ങൾ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iOS 27 വെതർ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ആവുമെന്ന് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം ക്യാമറ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറും. ക്യാമറ ആപ്പിൽ ഇപ്പോൾ വന്ന ആ ഒരു ലേഔട്ട് മാത്രമല്ല കുറച്ചധികം പ്രോ സെറ്റിങ്സും കൂടെ വരും എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഞാൻ കേട്ടൊരു ടേമാണ് അത് പ്രോ സീരീസിന് മാത്രമായിരിക്കും ആ ഒരു ഫീച്ചർ എന്നാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ക്യാമറ ആപ്പിൽ ഇൻബിൽഡ് വിഷ്വൽ ഇൻ്റലിജൻസിനോ അല്ലെങ്കിൽ സിറി എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അതേപോലെ പ്രോ സീരീസിന് വേണ്ടി മാത്രം iPhone 18 Pro ആണല്ലോ ആദ്യം റിലീസാവുന്നത്. അതുകൊണ്ട് പ്രോ സീരീസുകാർക്കും വേണ്ടി മാത്രമായിട്ടായിരിക്കും ഒരു ക്യാമറ അപ്ഡേഷൻ വരാൻ പോകുന്നത്. അതിൽ കുറേ ക്യാമറ സെറ്റിങ്സ് ഉണ്ടാവും. ആ ഒരു ക്യാമറയിൽ വേറെ കുറേ സെറ്റിങ്സ് ഉണ്ടാവും, കുറച്ചധികം പ്രോ ഫീച്ചേഴ്സ് ഉണ്ടാവും, നമുക്ക് എക്സ്പോഷർ അതേപോലെ കുറേയധികം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, ഫണ്ടമെൻ്റലായ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ക്യാമറയിൽ വന്ന മാറ്റം. അതോടൊപ്പം സഫാരിയിലും നമുക്ക് കുറേയധികം ചേഞ്ചസ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറേ ഇൻ്റഗ്രേഷനും ഈ പറഞ്ഞ സഫാരിയിൽ ഉണ്ടാവും എന്നൊരു റിപ്പോർട്ടുണ്ട്. ഈ ഒരു ഡബ്ഡബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ WW26 ഒരു വിഷ് കാർഡ്, എവിക്കയുടെ വിഷ് കാർഡ് നിങ്ങൾക്ക് പങ്കെടുക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡബ്ഡബിൽ കാണാൻ ആഗ്രഹമുള്ളത്? iOS 27 അല്ലെങ്കിൽ iPad ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ഏത് സോഫ്റ്റ്വെയറിലും ഇങ്ങനൊരു ചേഞ്ച് വന്നാൽ കൊള്ളായിരിക്കും നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതെന്താണ് തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് വരുന്ന കുറച്ച് ആഴ്ചയിൽ ഒരു Q&A സെഷനും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് നാളായിട്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ സിലിക്കൺ ചിപ്പ് വരുന്നതിന് മുമ്പ് വരെ ഇൻ്റൽ ആയിരുന്നു നമുക്ക് മാക്കിന് ചിപ്പ് ഉണ്ടാക്കി തന്നിരുന്നത്. അതേ സെയിം ഇൻ്റൽ കമ്പനി ഇപ്പോൾ ഐഫോണിന് വേണ്ടിയും മാക്കിന് വേണ്ടിയും ഐപാഡിന് വേണ്ടിയുള്ള ചിപ്പ് സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്മോൾ സ്കെയിലിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. TSMC ആയിരുന്നു ഇത്രയും നാൾ നമുക്ക് ഈ പറയുന്ന പ്രോസസ്സേഴ്സും ബാക്കി ചിപ്പ് സെറ്റൊക്കെ ഉണ്ടാക്കി തന്നത്. പക്ഷേ കുറേ ഷോർട്ടേജും ബാക്കി കാര്യങ്ങളായതുകൊണ്ട് TSMC മാറി ഇൻ്റലിലേക്ക് പോകും എന്നുള്ളൊരു ന്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ കിട്ടുന്നൊരു ഇൻറ്റ്യൂഷൻ നമ്മുടെ ഈ പറഞ്ഞ ടെക്നോളജിയും ബാക്കി കാര്യങ്ങളും ഇന്നൊരു കമ്പനിക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. എനിക്കിതൊരു തോന്നണത് കോമ്പറ്റീഷൻ വലുതാവാനായിരിക്കും. ഈ ഒരു കോമ്പറ്റീഷനെ കാര്യം പറയുന്നതാണ് ChatGPTയും ആപ്പിൾ ഇപ്പോൾ മുട്ടനടിയാണ്. അതായത് ChatGPT 2024 iOS 18 വന്നില്ലേ, ആ ടൈമിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു. പക്ഷേ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ടൂൾസ്, ഇമേജ് പ്ലേ ഗ്രൗണ്ട് കൊണ്ടുവന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും ChatGPT ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇപ്പോൾ ഗൂഗിളായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ChatGPT ആപ്പിളായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു പുതിയ ഡീലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡീല് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആപ്പിൾ അത് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ലീഗലി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ കോർട്ട് തന്നെ ആപ്പിൾ മിക്കവാറും അല്ലെങ്കിൽ ആപ്പിളും ChatGPTയും ഈ ഓപ്പൺ ഏരിയയും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യും എന്നൊരു റിപ്പോർട്ടുണ്ട്. മിക്കവാറും കുറേയധികം ഇഷ്യൂസ് ആപ്പിളിന് ChatGPTയുടെ ഭാഗത്ത് നിന്ന് കിട്ടും. കാരണം ഇനി വരാൻ വന്ന 27 ഗൂഗിളാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പ് സ്റ്റോറിൽ AI ഇൻ്റലിജൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമല്ല ബാക്കിയുള്ള AI കമ്പനികളിലൊക്കെ ഏജൻസും വർക്ക് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം
കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത എല്ലാ മൊബൈൽ സോഫ്റ്റ്വെയർസിലും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയത് ADC, അതായത് ആർട്ട് ഡയറക്ഷൻ ക്ലബോ കമ്മ്യൂണിറ്റിയോ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഒരു അവാർഡ് കിട്ടിയത് ആപ്പിളിനായിരുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ iOS 26 ലിക്വിഡ് ഗ്ലാസ്സിനാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. ഏറ്റവും യൂണീക്കായുള്ള അതോടൊപ്പം തന്നെ ആ ഒരു യൂസബിലിറ്റിനുള്ള കാരണമാണ് ഈ പറഞ്ഞ അവാർഡ് ആപ്പിളിന് കിട്ടിയ റിപ്പോർട്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കേട്ടു എന്തെന്നല്ലേ, ഗൂഗിൾ ഇൻ്റലിജൻസ് പേര് പോലും മാറ്റാനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആപ്പിളും ഗൂഗിളും ഭയങ്കര സ്നേഹത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ്, ഗൂഗിൾ ഇൻ്റലിജൻസ് എന്ന പല കാര്യങ്ങളും ട്വീക്ക് ചെയ്ത് ആപ്പിൾ രീതിയിൽ കൊണ്ടുവന്നിട്ട് iOS 27 കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഗൂഗിളിൻ്റെ ഇവൻറ്റിൽ അവർ പറഞ്ഞത് ഓൺലി എക്സ്ക്ലൂസീവ് ഫോർ ആൻഡ്രോയിഡ് എന്നാണെങ്കിൽ പോലും അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ പല കാര്യങ്ങളും അതിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. അതേ സെയിം സംഭവം മിക്കവാറും iOS 27 വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ ഗൂഗിൾ ഇൻ്റലിജൻസ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്രോം ബുക്കിൻ്റെ ഒരു കാര്യം കാണിച്ചായിരുന്നു. നമ്മുടെ കേഴ്സർ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ മാക്കിൻ്റെ കേഴ്സർ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ മൗസ് പോയിൻ്റർ കുറച്ച് വലുതാവും. അതേപോലെ തന്നെ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ക്രോം ബുക്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ ബുക്കിൽ കേഴ്സർ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ AI ഏജൻറ്റ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. സോ മാക്ബുക്ക് നിയോനും അതൊരു കോമ്പറ്റീഷനായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആസ് എ കൺസ്യൂമർ നമുക്ക് നല്ലതായിട്ട് വന്നാൽ മാത്രമാണ് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. iOS 27 കുറേയധികം മാറ്റങ്ങളും കുറേയധികം എക്സൈറ്റിംഗ് ആയ ഫീച്ചേഴ്സും വരുന്നുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് iOS 27 മാറണം അല്ലെങ്കിൽ ഇതൊക്കെ ഫീച്ചേഴ്സ് വരണം എന്നാഗ്രഹമുള്ള കുറേയധികം കാര്യങ്ങളില്ലേ, അത് തൊട്ട് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ പുതിയ ആപ്പിൾ കാണാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Ebin Xavier signing from Evika.